ഹായ്. അപ്പോഴേ നമ്മൾ ഇതേപോലെ ഉള്ളിയൊക്കെ മേടിച്ച് വെക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ദിവസം ഇരിക്കത്തില്ല അല്ലേ, അപ്പോൾ അത് കെട്ടുപോകും. അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്വല്പം ഉപ്പ് പൊടി ഇതേപോലെ നാക്കിയിട്ട് ഒന്ന് ഇളക്കി വെക്കുക. അതേപോലെ ഉള്ളി വയ്ക്കുമ്പോഴത്തേനും നല്ല കട്ടിയുള്ള പേപ്പറിനകത്ത് വെക്കുക കേട്ടോ. പ്ലാസ്റ്റിക്കിനകത്ത് വെക്കരുത്, പ്ലാസ്റ്റിക് കവറിനകത്ത് വെക്കരുത്. ഉള്ളി പെട്ടെന്ന് തന്നെ കെട്ടുപോകും. കട്ടിയുള്ള പേപ്പർ കവറിനകത്തോട്ട് നിരത്തി വെച്ചതിന് ശേഷം കുറച്ച് ഉപ്പ് പൊടി വിതറിയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഉള്ളി എപ്പോഴും നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കും കേട്ടോ. അടുത്തതായിട്ട് നമ്മളിതേപോലെ വെളിച്ചെണ്ണ ഏതെണ്ണയാണേലും നമ്മൾ മേടിച്ചിട്ട് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേനും അത് കനച്ച് പോകാറുണ്ടേ. അപ്പോൾ അതിനകത്തൊരു സ്വല്പം ഉപ്പ് ഇതേപോലെ ഒന്ന് നുള്ളിയിട്ട് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കി കിട്ടും കേട്ടോ. അപ്പോൾ എണ്ണ എപ്പോഴും നല്ല ഫ്രഷായിട്ട് തന്നെ ഇരുന്നോളും. അപ്പോൾ ഇതേപോലെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ പഞ്ചസാര മേടിക്കുമ്പോഴത്തേനും ഇതേപോലെ ഇട്ട് വയ്ക്കുമ്പോൾ ഒന്നെങ്കിൽ കട്ട പിടിക്കും, അതല്ലെങ്കിൽ അലിഞ്ഞു പോകും. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്വല്പം ഉപ്പ് പൊടി ആ പഞ്ചസാരയുടെ മുകളിനകത്തോട്ട് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പം പഞ്ചസാര കട്ട പിടിക്കത്തില്ല, അലിഞ്ഞു പോകത്തില്ല. ഇപ്പോൾ എപ്പോഴും നല്ല ഫ്രഷായിട്ട് തന്നെ ഇരുന്നോളും. അപ്പോൾ ഇതേപോലെ ഉപ്പ് ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് പ്രയോജനമാണ്. അതിൽ കുറച്ച് മാത്രമാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ ചാനലുണ്ട്, ആവശ്യമുള്ളവരെ കാണണേ.